ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്. ചലഞ്ച് ചെയ്യാൻ അന്നത്തെ പോലെ എഴുതിയിട്ട് കാക്കുനെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കാം. എന്താണെങ്കിലും കാക്കു അക്സെപ്റ്റ് ചെയ്യും എന്നാ പറയണേ. ആണോ? ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? എന്ത് ചലഞ്ച് ആണെങ്കിലും ഞങ്ങൾ റെഡി അല്ലേ? ഉറപ്പാ? ഞങ്ങൾ റെഡി. നമ്മൾ റെഡി, പറഞ്ഞു കൊടുക്കാം. നമ്മളങ്ങനെ എഴുതി റെഡിയാക്കിയിരിക്കണേ. ഇനി കൊണ്ടുവെക്കാം. കാക്കു സെലക്ട് ചെയ്തോ. ഇങ്ങളൊന്ന് സെലക്ട് ബോനല്ലല്ലോ ചെയ്യണേ. ഷോപ്പിംഗ് മാറ്റട്ടെ മാറ്റട്ടെ. ഷോപ്പിങ്ങിന് എവിടേക്കാ? എന്ത് ഷോപ്പ് ചെയ്യാം നമുക്ക്? പണി പാളും. അവ ഷോപ്പിങ്ങിന് പോവാ. എന്ത് വേണേലും ഷോപ്പ് ചെയ്യാം. ഫർണിച്ചർ, ഡ്രസ്, സംതിങ് എന്ത് വേണമെങ്കിലും അല്ലേ? ഫർണിച്ചറൊക്കെ ഷോപ്പ് ചെയ്യാം. കളിയാക്കാത്ത കാര്യം പറ. എന്ത് ഫർണിച്ചറൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമ്മള് അങ്ങോട്ട് പോകണമെന്നില്ല. ഇന്ന് ഒരു മൂഡില്ല. ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ചലഞ്ച് ഏറ്റെടുത്താലും നടക്കൂല. ചലഞ്ച് ഞാൻ എഴുതുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളും കേട്ടതാണ്, എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ? അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതാ. അപ്പൊ നമ്മളങ്ങനെ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് കാര്യം ഇതാക്കി നമ്മള് ഷോപ്പിങ്ങിന് പോവാണ്. പിടിച്ച റോഡും ഒരു വലിയ ലിസ്റ്റ് ഷോപ്പിങ്ങിനാണ്. അല്ല, എന്ത് വേണേലും മേടിച്ചിരാന്നല്ലേ പറഞ്ഞേ? ഞാൻ കറക്റ്റ് ചോദിച്ചു. ഞാൻ വാങ്ങി തരുന്നല്ലേ? അങ്ങനെയല്ല. ഷോപ്പിംഗ് നിങ്ങൾ ചൂസ് ചെയ്തപ്പോ ഞാൻ ഷോപ്പ് ചെയ്യണം. പോയി പണി വെക്കാൻ മതി. അമ്മേ ഭയങ്കര കേട്ടോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന്റെ ഫണ്ട് മിസ്സാവും കേട്ടോ. സമയം വൈകുന്നു, നമ്മൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ടൈം ഡിലേ ആവുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കുന്നു. അപ്പൊ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ നമ്മള് കാറിൻ്റെ കേറുകയാണ് ഗായ്സ്. അപ്പൊ അക്ക വന്നിട്ടുണ്ട്. ഇതാണ് ഷോപ്പിംഗ്. ഒരുമാതിരി ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത ഷോപ്പിംഗ്. ഇതാണ് ഷോപ്പിംഗ്. ഇതാണ് യഥാർത്ഥ ഷോപ്പിംഗ്. ഈ പറഞ്ഞ എല്ലാ സാധനം ഉണ്ട്. റസ്ക്, പാല്, മുട്ട. പണി തന്നതല്ലേ? ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ ഷോപ്പിംഗ് എന്നും പറഞ്ഞിട്ട് എന്റെ കൂടെ വന്ന ആളാണ്. ഇതാ കണ്ടില്ലേ, മുട്ടായിയൊക്കെ അടിച്ചിരിക്കുകയാണ്. പഴയ ടൈപ്പ് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയത്. ചോക്ലേറ്റ്സ് അല്ല, എന്താ അത് നിങ്ങൾ ഒരുമാതിരി കളി കളിക്കരുത്. ഷോപ്പിംഗ് ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഇപ്പൊ ഫുഡിങ് ആ ഏറ്റെടുത്തില്ലെങ്കിൽ ഇവിടെയുള്ള ചോറും കറി എടുത്ത് പുറത്തേക്ക് ഇറക്കിട്ട് അവിടെ ഇട്ടിട്ട് ഫുഡ് എറിയുന്നല്ലോ. ഇതൊക്കെ എന്റർടൈൻമെന്റ് അല്ലേ? അടുത്തത് നോക്കിക്കോ. മുട്ട പണി ഞാൻ തന്നിട്ടില്ലെങ്കിൽ വീട്ടിക്ക് ആവശ്യമുള്ള പാലും മുട്ടയും നൂഡിൽസ് റസ്കും ഒക്കെ മേടിച്ചിട്ട് ഇതാണ് ഷോപ്പിംഗ്. ഞാൻ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്തു. ഇത് ഷോപ്പിംഗ് തന്നെയല്ലേ? അപ്പൊ ഗൈസ്, അങ്ങനെ ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ കാക്കുനുള്ള ഒരു മുട്ടം പണിയായിട്ട് അടുത്ത വീഡിയോയില് കാണാം. വല്ലാത്തൊരു ചെയ്ത്തായി പോയില്ലേ? ഓക്കെ, എന്നാ ശരി. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അടുത്ത വീഡിയോ ഇങ്ങനെയല്ല, കാക്കുനുള്ള പണി നോക്കി നിന്നു നിങ്ങള്. അപ്പോ അടുത്ത് എനിക്ക് കിട്ടാൻ പോണ പണി കാണേണ്ട എല്ലാവരും നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.